ഹലോ ഗൈസ്, ഞാൻ അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട് ഗൈസ്. നിങ്ങളിപ്പോൾ കാണുന്നത് അതിവിശാലമായ ഒരു കാടും അതിനോടൊപ്പം പ്രകൃതിയോടൊപ്പം ഇണങ്ങിച്ചേരുന്ന കാട്ടിലെ ജീവിതവുമാണ് ഗൈസ്. ഇതൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസിലോട്ടുള്ള യാത്രയാണ്. അപ്പം അതിൻ്റെ നിയമസൂചകങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്. 90% ഫോറസ്റ്റാണ്. എനിക്ക് കുറച്ച് ഗ്രാമവാസികളായ കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. കുട്ടികളോടൊപ്പമാണ് എൻ്റെ വഴികാട്ടി കുട്ടികളാണ്, അവർക്കൊപ്പമാണ് പോകുന്നത്. വളരെ വിശാലമായ കാടാണ് ഗൈസ്, ഒരു രക്ഷയില്ല. ഏകദേശം 3-4 കിലോമീറ്റർ നടക്കമുണ്ടായിരുന്നു. നടന്ന് തളർന്ന വേഷമാണ് കാണുന്നത്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങളിങ്ങനെ ചിരിച്ച് കളിച്ചൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയണം ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ടെന്ന് പറയാണ്. ഫോറസ്റ്റിൻ്റെ അണ്ടർഗ്രൗണ്ടാണ്. അത് ചിലപ്പം പൂർണ്ണ വീഡിയോകൾ ഞാൻ കാണിക്കുന്നില്ല, കാരണം അണ്ടർഗ്രൗണ്ടിന് അവർക്ക് അതിൻ്റെതായ രീതികൾ കാണും. അപ്പോൾ ഇതൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല, കാരണം കുറച്ച് നിയമപരമായ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു നദിയും കുറച്ച് വയൽ പ്രദേശങ്ങളും കണ്ടു. കുറച്ച് തൊട്ട് ബാക്ക് സൈഡിലോട്ടാണ്. ഇരങ്ങളിലൊക്കെ ഇങ്ങനെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. കുറച്ച് നാളിലൂടെ നമുക്ക് ഈ പ്രകൃതി ഭംഗി കാണാൻ കഴിയുള്ളൂ. അതിന് മുമ്പ് ഫുള്ള് ഇടിച്ച് മൈനിങ് ചെയ്യും. അതുകൊണ്ടാണ്